നമസ്തേ. രക്ഷാബന്ധൻ ഉത്സവം നടക്കുന്ന ഈ വേളയിൽ നമുക്ക് രക്ഷാബന്ധൻ സന്ദേശം നൽകുന്നത് കോഴിക്കോട് വിഭാഗ് സഹ ഭൗതിക ശിക്ഷൺ പ്രമുഖ് TK ധനീഷ് ഏട്ടൻ കോഴിക്കോട് ഗ്രാമജില്ലയിലെ മങ്ങാട് ശാഖ സ്വയംസേവകനാണ്. അദ്ദേഹം നമുക്ക് രക്ഷാബന്ധൻ സന്ദേശം നൽകുന്നതാണ്. നവയുഗത്തിൻ രചന ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം. ക്ഷണികമാമുപവന സുമങ്ങൾ അല്ല വേണ്ടു പൂജനാർത്ഥം. വേണമുത്കട ഭക്തി ശ്രദ്ധ പൂർണമാനസനറുസുമങ്ങൾ. ദേവി തന്നഭിഷേകമത്തിനായി ദേവഗംഗാവാരി പോരാ. ധ്യേയ ചിന്താനിരത യുവജന ഹൃദയ ശോണിത ഗംഗവേണം. മാതൃവതനേ ദീപ്തി വീശാൻ നെയ്വിളക്കുകളല്ല വേണ്ടു. വേണമത്തിനായി വൻ തപസ്സിൻ ജ്വാല വീശും ജീവശിഖകൾ. ചാമരം വെൺകുടകളിവയാൽ പ്രീതിയാകാഭാരതാംബ. എന്നു നിൽപ്പൂ മാതൃസവിതേ ശതശതം നരപുംഗവന്മാർ. അന്നു ദേവി പ്രസന്നയാകും പൊൻയുഗത്തിൻ നാമ്പു വിടരും. നവയുഗത്തിൻ രചന ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം. നമസ്തേ. ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ നാടാണ് ഭാരതം. വലുതും ചെറുതുമായി നൂറുകണക്കിന് ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന ദേശം. പൗരാണികമായും ചരിത്രപരമായും ഐതിഹ്യപരമായും ഒട്ടനവധി സംഭവങ്ങളെയും സങ്കല്പങ്ങളെയും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സംസ്കാരത്തെ, മൂല്യങ്ങളെ തലമുറകളിലേക്ക് കൈമാറുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് ഈ ഉത്സവാഘോഷങ്ങൾ വഹിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നാം ഈ രാഷ്ട്രത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പതാക ഉയർത്തി, പ്രതിജ്ഞ ചൊല്ലി, പായസം വിളമ്പി ആഘോഷിക്കുക മാത്രമായിരുന്നില്ല, സുദീർഘമായ കാലഘട്ടം പാരതന്ത്ര്യം അനുഭവിച്ച ഈ രാഷ്ട്രം ആ അധിനിവേശത്തിനെതിരെ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തെയും ആ പോരാട്ടങ്ങളിൽ അണിനിരന്ന ആയിരക്കണക്കിന് ധീരന്മാരെയും അവർ സഹിച്ച ത്യാഗങ്ങളെയും അവർ ഒഴുക്കിയ രക്തത്തെയും വിയർപ്പിനെയും കണ്ണീരിനെയും എല്ലാം തന്നെ സ്മരിക്കുകയും അതിന്റെ മഹത്വത്തെ വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും കൂടി ചെയ്തു നാം ആഘോഷ പരിപാടിക്കിടെ. ഇപ്പോൾ നാം ഓണാഘോഷത്തിലാണ്. ഓണാഘോഷ സമയത്ത് ഓണപ്പൂക്കളമിട്ട്, ഓണക്കോടി ഉടുത്ത്, ഓണസദ്യ ഉണ്ട് ആഘോഷിക്കുക എന്നതിനപ്പുറം ആ ഉത്സവം മറ്റ് ചില സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട്. കള്ളവും ചതിയും ഒന്നുമില്ലാത്ത, എല്ലാ മനുഷ്യരും ഒരേപോലെ വസിക്കുന്ന ഒരു മാതൃകാ സാമൂഹ്യ വ്യവസ്ഥിതിയെ സംബന്ധിച്ച് ഓണം നമ്മെ ഓർമ്മപ്പെടുത്തും. ഗുരുപൂജ ആഘോഷിക്കുന്ന സമയത്ത്
ഭാരതീയമായ ഗുരുപരമ്പരകളെക്കുറിച്ച്, സംഘത്തിന്റെ ഗുരുവായ പരമപവിത്ര ഭഗവദ്ധ്വജത്തെയും ആ ഭഗവദ്ധ്വജത്തിന് പൗരാണികവും ചരിത്രപരവും കാലികവുമായുള്ള പ്രസക്തിയെ സംബന്ധിച്ചും ആ ഉത്സവം നമ്മെ ഓർമ്മപ്പെടുത്തും. ഇങ്ങനെ നമുക്കിടയിൽ നടക്കുന്ന ഓരോ ഉത്സവങ്ങളും ആഘോഷങ്ങളും അത് കേവലം വിനോദത്തിന്റെയോ ആനന്ദത്തിന്റെയോ ഉപാധികളോ അവസരങ്ങളോ മാത്രമല്ല, മറിച്ച് അത് ചില സന്ദേശങ്ങളും സംസ്കാരവും തലമുറകളിലേക്ക് കൈമാറാനുള്ള ഉപാധികൾ കൂടിയാണ്. ആ നിലയ്ക്ക് രക്ഷാബന്ധന ഉത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ ശ്രാവണ പൗർണമിയിലാണ്. അത് ആംഗലേയ മാസം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ആ ഉത്സവം എന്ത് സന്ദേശമാണ്, എന്ത് സംസ്കാരമാണ് സമാജത്തിന് നൽകുന്നത്? അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഐക്യത്തിന്റെയും ഭാവനകളെ സമൂഹത്തിലേക്ക്, വ്യക്തികളിലേക്ക്, അവരുടെ മനസ്സിൽ ഉണർത്താനും വളർത്താനും പരിശ്രമിക്കും. സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽപ്പെടുന്ന മനുഷ്യർ അവർ ഒന്നിച്ചു വന്ന് പരസ്പരം രാഖി ബന്ധിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ നേരത്തെ സൂചിപ്പിച്ച സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാവനകൾ ഉണരും. അവർ പരസ്പരം ഒരു കരുതൽ ഉണ്ടാവും. ആ കരുതൽ ഒരു വലിയ സാമാജിക ഐക്യത്തിലേക്ക് വളരുകയും ആ സാമാജിക ഐക്യം ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് വലിയ കരുത്ത് പകരുകയും ചെയ്യും. രക്ഷാബന്ധന ഉത്സവം എന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപകൽപ്പന ചെയ്ത ഒരാഘോഷമല്ല. അത് ഈ ഭാരതത്തിന്റെ പൗരാണികവും ചരിത്രപരവുമായ ഏടുകളിലേക്ക് പരതിയാൽ ഒട്ടനവധി അവസരങ്ങളിൽ അതിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മുടെ പുരാണത്തിൽ ദ്രൗപദിയുടെ കൃഷ്ണഭക്തിയെ സംബന്ധിച്ചൊരു കാര്യം പറയും. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണന്റെ കയ്യിൽ ഒരു മുറിവ് പറ്റും. ആ മുറിവിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നു. ആ സമയത്ത് ഇത് കണ്ട ദ്രൗപദി ഒരു മടിയുമില്ലാതെ തന്റെ വിലപിടിപ്പുള്ള പട്ടുടയാട വലിച്ചു കീറി ആ മുറിവ് വെച്ചു കിട്ടും. ഈ സമയത്ത് ഭഗവാന്റെ മനസ്സിൽ സാഹോദര്യത്തിന്റെ ഒരു സ്നേഹസാഗരം തന്നെ അലയടിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് കൗരവ സഭയിൽ വെച്ച് കസ്മലനായ ദുശ്ശാസനാൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് അപമാനിക്കപ്പെടുമെന്ന വേളയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദിവ്യാംബരം നൽകി ആ ദ്രൗപദിയുടെ സോദരിയുടെ മാനം കാക്കും. അന്ന് വലിച്ച് കീറി കെട്ടിയ പട്ടുടയാടയുടെ കഷ്ണം ഒരു രക്ഷാബന്ധനായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തിന് എല്ലാ ഇന്ധനവും പകർന്നത്, വലിയ നേതൃത്വം വഹിച്ചത് എല്ലാം ബംഗാളായിരുന്നു. ആ ബംഗാളിനെ വിഭജിക്കുന്നതിലൂടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീവ്രത അത് കുറയ്ക്കാമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ വിചാരിക്കുന്നു. അതിന്റെ ഭാഗമായി 1905 ബംഗാളിനെ വിഭജിക്കും. എന്നാൽ വിഭജനത്തിന്റെ ഈ ദുഷ്ടലാക്ക് മനസ്സിലാക്കിയ ബംഗാളിലെ ജനത, ആബാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ച് വന്ന് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായി ഗംഗയിൽ വന്ന് മുങ്ങിക്കുളിച്ച് പരസ്പരം രാഖി ബന്ധിച്ച് അഖണ്ഡതയുടെ ശങ്കുലി മുഴക്കി. 1911 വിഭജനം റദ്ദ് ചെയ്യുന്നതുവരെ ആ ആവേശം കെട്ടടങ്ങിയില്ല. ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ സംബന്ധിച്ച്
ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും അടയാളമായിരുന്നു രാഖി, രക്ഷാബന്ധൻ. ഇങ്ങനെ ഒട്ടനവധി സന്ദർഭങ്ങൾ പുരാണത്തിലും ചരിത്രത്തിലും രക്ഷാബന്ധനുമായി ചേർന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്താണ് രക്ഷാബന്ധൻ ഉത്സവം ആഘോഷിക്കുന്നതിലൂടെ സമാജത്തിന് കൈവരുന്ന ഗുണം എന്ന് പരിശോധിക്കാൻ ഒരുപാട് നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ രാഷ്ട്രത്തെ അതിനെ ഛിന്നഭിന്നമാക്കാൻ, ശിഥിലമാക്കാൻ ആഗോളതലത്തിലും ആഭ്യന്തരമായും വലിയ പരിശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ, ആ രാഷ്ട്രത്തിലെ ജനതയെ, അവിടെയുള്ള തലമുറയെ ചരിത്രബോധത്തിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും അകറ്റിയാൽ മതിയെന്ന് ലോകപ്രശസ്തരായ പല ചരിത്രകാരന്മാരും രാഷ്ട്രതന്ത്രജ്ഞരും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂല്യങ്ങളിൽ നിന്നും ചരിത്രബോധത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും അകന്നിട്ടുള്ള ജനത, അങ്ങനെയുള്ള പല രാഷ്ട്രങ്ങളും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട് ഇന്ന് ചരിത്ര പുസ്തകങ്ങളിലെ താളുകളിൽ അഭയം പ്രാപിച്ചതായ ചരിത്രവുമുണ്ട്. അപ്പോൾ മൂല്യങ്ങളെയും സംസ്കാരത്തെയും ചരിത്രബോധത്തെയും എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുന്നത്? അതിനുള്ള മാർഗം ഈ മൂന്ന് കാര്യങ്ങളെയും ജനങ്ങളിലേക്ക്, തലമുറകളിലേക്ക് കൈമാറുന്ന മാധ്യമം എന്താണോ അതിനെ ഇല്ലാതാക്കുക എന്നതാണ്. അപ്പോൾ അതെന്താണ്? അത് നമ്മുടെ കുടുംബ സങ്കല്പമാണ്, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം. ഈ കുടുംബത്തെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും നശിപ്പിച്ചാൽ ചരിത്രബോധത്തെയും സംസ്കാരത്തെയും മൂല്യങ്ങളെയും തലമുറകളിലേക്ക് കൈമാറുന്നത് തടയാം. അതുവഴി രാഷ്ട്രത്തെ ഛിന്നഭിന്നമാക്കാൻ കഴിയും. അതിനുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബമെന്നത് അങ്ങേയറ്റം പ്രാകൃതമാണ്, ഒട്ടും പരിഷ്കൃതമല്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് സിനിമയിലൂടെ, സാഹിത്യത്തിലൂടെ, സംഗീതത്തിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, മറ്റ് പല മാർഗങ്ങളിലൂടെയും യുവതലമുറയ്ക്കിടയിൽ വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സ്വാധീനത്തിൽപ്പെട്ട് ആ ചിന്തയിൽ ആകൃഷ്ടരായി പല യുവതി യുവാക്കളും ഇന്ന് കുടുംബ വ്യവസ്ഥയിൽ വിശ്വസിക്കാതെ, വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതെ, കുഞ്ഞുങ്ങളെ വളർത്താൻ ഇഷ്ടമില്ലാതെ ആ നിലയിൽ ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു സാമൂഹ്യ വെല്ലുവിളി നാം നേരിടുന്നുണ്ട്. ഇതിനു പുറമെ സമാനമായ, എന്ന് വെച്ചാൽ ഈ രാഷ്ട്രത്തെ ശിഥിലീകരിക്കണമെന്ന ഉദ്ദേശവുമായി മറ്റൊരു വിപത്ത് കൂടെ പ്രവർത്തിക്കുന്നു. അതാണ് നമ്മുടെ ഈ നാടിന്റെ നാളകളെ ഇരുട്ടിലാക്കുന്ന, ഇവിടത്തെ യുവതലമുറയെ, അവരുടെ ചിന്താശേഷിയെ, അവരുടെ ബുദ്ധിയെ, അവരുടെ ആരോഗ്യത്തെയെല്ലാം നശിപ്പിക്കുന്ന ലഹരിയുടെ വൻതോതിലുള്ള വിപണനവും ഉപയോഗവുമെല്ലാം. ഈ വിപത്തിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ എന്താണ് അതിന്റെ ഉത്ഭവവും ഉദ്ദേശവും എന്ന് കൃത്യമായി നാം അറിയണം. അതിനും ആഗോളതലത്തിലുള്ള വലിയ ചില ഗൂഢാലോചനയുടെ വശങ്ങളുണ്ട്. ഈ ലോകത്തിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഈ 3 രാജ്യങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഗോൾഡൻ ക്രസ്റ്റ് എന്നാണ് അതിനെ പറയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും അധികം കഞ്ചാവും മയക്കുമരുന്നും ഉൽപാദനം ചെയ്യപ്പെടുന്ന ആ പ്രദേശത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അഫ്ഗാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ കരങ്ങളിലാണ്. 900 മടങ്ങ് ലാഭം ലഭിക്കുന്ന ആ വിപണനം, കച്ചവടം
പാശ്ചാത്യ നാടുകളിലേക്ക് വലിയ തോതിൽ അവിടെ നിന്നും ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, വൻതോതിലുള്ള പണം സമാഹരിക്കുന്നു. ആ പണം ഉപയോഗിച്ച് ലോകമൊട്ടുക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി അശാന്തി വിതയ്ക്കുന്നു. ചില മാധ്യമ പ്രവർത്തകർ ഇതിനെ സംബന്ധിച്ച് ഭീകരവാദ സംഘടനയുടെ നേതൃത്വത്തോട് ചോദിക്കുന്നു, ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതുമെല്ലാം തന്നെ നിങ്ങളുടെ മതനിയമങ്ങൾക്ക് വിരുദ്ധമല്ലേ? ആ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി, അതിന് ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ഇത് ഉപയോഗിക്കുന്നതും നശിക്കുന്നതും പാശ്ചാത്യ ലോകത്തിലെ അവിശ്വാസികളായ കാഫിറുകളാണ്. അതുകൊണ്ട് ഇതും ഒരു വിശുദ്ധ യുദ്ധമാണ്. അപ്പോൾ ലോകം മുഴുവൻ നടത്തുന്ന ഈ വിശുദ്ധ യുദ്ധത്തിന്റെ ഭാഗമായി ലഹരി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നടത്തപ്പെടുന്ന അവർ എയിം ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നായി ഭാരതം മാറിയിരിക്കുന്നു. വിശിഷ്യ ദക്ഷിണേന്ത്യ, അതിൽ തന്നെ കേരളം. വ്യാപകമായി നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ, സ്കൂളുകളിൽ, കലാലയങ്ങളിൽ, അതിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ഇത് വിപണനം ചെയ്യുകയും അത് നമ്മുടെ യുവതിയുവാക്കളുടെ സിരകളിൽ പ്രവേശിച്ച് അവരുടെ മസ്തിഷ്കത്തെ നശിപ്പിച്ച് അവരുടെ ചിന്തയെയും ബുദ്ധിയെയും ആരോഗ്യത്തെയും കവർന്നെടുത്ത് അവരെ സാമൂഹ്യ വിരുദ്ധരാക്കി, ആക്രമണകാരികളാക്കി, അരാജകത്വവാദികളാക്കി ഈ സമാജത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും വലിയ ബാധ്യതയും ഭാരവുമാക്കി മാറ്റും. ഈ സാമൂഹ്യ വിപത്തിനെ എങ്ങനെ നേരിടണമെന്ന് നാം ചിന്തിക്കുന്ന സമയത്ത് ഇതിനെല്ലാം അതിജീവിക്കാനുള്ള പ്രാപ്തി യുവതലമുറയിൽ രൂപപ്പെടുത്തുക എന്നത് മാത്രമാണ് അതിനുള്ള ഒരേ ഒരു പോംവഴി. നാം നമ്മുടെ ചുറ്റും നിരീക്ഷിച്ചാൽ പല ജീവികളും എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്. കാക്കയും കോഴിയുമെല്ലാം ചുറ്റുപാടുമുള്ള പല വസ്തുക്കളും കൊത്തിയെടുത്ത് ചകഞ്ഞെടുത്ത് അങ്ങനെ ഭക്ഷിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ എങ്ങനെയാണ്? മനുഷ്യൻ അവന് വേണ്ട ആഹാര സാധനങ്ങൾ വേണ്ട സ്ഥലത്ത് പോയി ഏറ്റവും നല്ലത് പോയി ശേഖരിക്കുന്നു, അത് വീണ്ടും കഴുകി വൃത്തിയാക്കുന്നു, അത് അടുപ്പിൽ വെച്ച് പാചകം ചെയ്യുന്നു, വേണ്ട ചേരുവകൾ ചേർത്ത് അങ്ങനെ സംസ്കരിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതേപോലെ നമുക്ക് ചുറ്റും വന്ന് നിറയുന്ന ഒട്ടനവധി കാര്യങ്ങളെ സംസ്കരിച്ചെടുക്കാൻ, നല്ലതിനെ ഉൾക്കൊള്ളാനും തിന്മയെ തിരസ്കരിക്കാനുമുള്ള അവബോധം ഓരോ യുവാക്കളിലും, വിദ്യാർത്ഥികളിലും, ഓരോ വ്യക്തികളിലും നാം രൂപപ്പെടുത്തും. അതിനൊരു ഔപചാരിക വിദ്യാഭ്യാസം ഒരുപക്ഷെ നമ്മളെ ഇന്നത്തെ രീതിയിൽ സഹായിച്ചെന്ന് വരില്ല. അതിനാൽ ഒരു അനൗപചാരിക വിദ്യാഭ്യാസ സംവിധാനം അത് ഈ രാഷ്ട്രത്തിൽ കഴിഞ്ഞ 100 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ ശാഖയിലൂടെ നടത്തുന്ന അനൗപചാരിക വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് ഈ സമാജത്തിലെ വിദ്യാർത്ഥികളെ, പുതുതലമുറയെ നാം എത്തിക്കുക എന്നതാണ് ഈ സാമൂഹ്യ വിപത്തിനെയെല്ലാം പ്രതിരോധിക്കുന്നതിന്, അതിജീവിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം. അപ്പൊ ആ മാർഗത്തിലൂടെ സമാജത്തെ മുന്നോട്ട് നയിക്കാൻ ഉള്ള ഒരു പ്രേരണയും പ്രചോദനവുമെല്ലാം തന്നെ ഈ സാമാജിക ഐക്യം, സ്നേഹം, സഹവർത്തിത്വം, ഈ സന്ദേശം പ്രദാനം ചെയ്യുന്ന ഈ രക്ഷാബന്ധൻ ഉത്സവത്തിലൂടെ നമുക്ക് കൈവരട്ടെ എന്ന് മാത്രമാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട സന്ദേശം എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. നമസ്തേ.